പ്രവാസി ലോകത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 1/5 പ്രവാസിയുടെ വേതനം പറ്റുന്ന കുടുംബങ്ങളായിരിക്കും. ഒരു പ്രവാസിയോ അവന്റെ കുടുംബമോ വിചാരിച്ചാൽ മാറ്റിമറിക്കാവുന്ന ഒന്നാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. പ്രവാസിയുടെ വിലയേറിയാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകണം എന്ന അഭ്യർത്ഥനയോടെ പ്രവാസി ലോകത്തിന്റെ ഈ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രവാസി ലോകത്തിലേക്ക് സ്വാഗതം. രോഗബാധിതനായ തിരുവനന്തപുരം സ്വദേശി രാജന് OICC ജുബൈൽ സെൻട്രൽ കമ്മിറ്റി നാട്ടിലേക്കുള്ള ടിക്കറ്റ് നൽകി. OICC പ്രവർത്തകർ അദ്ദേഹം താമസിക്കുന്ന ക്യാമ്പിലെത്തിയാണ് ടിക്കറ്റ് കൈമാറിയത്. ജനറൽ സെക്രട്ടറി ഷിഹാബ് കായംകുളമാണ് ടിക്കറ്റ് കൈമാറിയത്. ബിജു കുട്ടനാട്, അബ്ദുൾ റഹ്മാൻ, വിൻസെന്റ് തടത്തിൽ, കിച്ചു കായംകുളം, ഷാജിദ് കാക്കൂർ, മനോജ് നാരായണൻ, ഭാസ്കരൻ കൊടുവള്ളി, റെജി ജോർജ്, ലത്തീഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. യമനിൽ ഇന്ത്യൻ എംബസിയിൽ പുതുതായി അംബാസഡറായി ചുമതലയേറ്റ അമൃത് ലുഗനുമായി യമൻ പ്രവാസി അസോസിയേഷൻ പ്രവർത്തകരായ സന്തോഷ് പുതുമന, ഫ്രാൻസിസ് സേവിയർ, തോമസ് മാത്യു, അഭിലാഷ് സുകുമാരൻ, സാജു ആന്റണി എന്നിവർ കൂടിക്കാഴ്ച നടത്തി. യമനിൽ ഇന്ത്യക്കാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തി. പ്രവാസി അസോസിയേഷൻ നടത്തുന്ന എല്ലാ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അംബാസഡർ എല്ലാ സഹായങ്ങളും വാഗ്ദാനം നൽകി. ഇന്ത്യൻ എംബസി സ്കൂൾ മാനേജ്മെന്റ് അധികാരികൾ രക്ഷകർത്താക്കളോട് കാണിക്കുന്ന നിഷേധവും നിന്ദ്യവുമായ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും പുതിയ ഭരണസമിതി എത്രയും പെട്ടെന്ന് രൂപീകരിക്കണമെന്നും സ്കൂൾ പെട്രോൾ കൂടിയായ അംബാസഡറോട് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് അംബാസഡർ അസോസിയേഷൻ പ്രവർത്തകർക്ക് ഉറപ്പു നൽകി.